ഈശ്വരസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. ഇന്ന് 12 ശ്ലീഹന്മാരുടെ തിരുനാളാണ്. തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു. 12 ശ്ലീഹന്മാരെ ഈശോ തിരഞ്ഞെടുത്ത് അയച്ചപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പാണ്. നിങ്ങൾ ദൈവത്തിനു വേണ്ടി വേല ചെയ്യുമ്പോൾ പ്രതിഫലം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. ഉറപ്പായിട്ടും പ്രതിഫലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമായത്, ദൈവത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യാനായിട്ട് നീ ഇറങ്ങി പുറപ്പെടുമ്പോൾ, തമ്പുരാനു വേണ്ടി നീ കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും അതിന്റെ പ്രതിഫലം നിന്റെ ദൈവം നിന്റെ ജീവിതത്തില് പ്രദാനം ചെയ്യും. ഒരുപക്ഷെ നമുക്കൊക്കെ ഇന്ന് ഇത് മനസ്സിലാക്കുന്നില്ല. നമ്മുടെയൊക്കെ പൂർവികർക്ക് ഇത് കൃത്യമായിട്ട് അറിയായിരുന്നു. അതൊക്കെ അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തില് ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവമായിരുന്നു, അല്ലെ? ദൈവത്തിന് വേണ്ടി സമയം മാറ്റിവെച്ചിരുന്നു. വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിട്ടുണ്ട്, വിശുദ്ധ കുർബാനയെ പങ്കെടുത്തിട്ടുണ്ട്, സന്ധ്യാപ്രാർത്ഥന കൃത്യമായിട്ട് അവർ ചൊല്ലിയിരുന്നു, ദൈവവുമായിട്ടുള്ള ബന്ധം സമയം മാറ്റിവെച്ചിരുന്നു. അതേപോലെ തന്നെ ആരോഗ്യം മാറ്റിവെച്ചിരുന്നു, ദൈവത്തിന് വേണ്ടി അധ്വാനിക്കാനായിട്ട് മടിയില്ലായിരുന്നു, സമ്പത്ത് മാറ്റിവെച്ചിരുന്നു, തങ്ങൾക്കുണ്ടായിരുന്നതിന്റെ പങ്ക് കൃത്യമായിട്ട് ദൈവത്തിന് അവർ കൊടുത്തിരുന്നു. കാരണം അവർക്കറിയാം, തമ്പുരാനു വേണ്ടി കൊടുക്കുന്നത് ഒരിക്കലും നഷ്ടമല്ല, മറിച്ച് അതിന്റെ 100 ഇരട്ടിയായിട്ട് ദൈവം പ്രതിഫലം നൽകും എന്നുള്ള ഉറപ്പ്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തില് ഇന്ന് പക്ഷെ നമുക്കിത് നഷ്ടപ്പെട്ടു. നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്ന ഈ ബോധ്യം, ഈ ഉറപ്പ് നമ്മുടെ ജീവിതത്തില് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് പൂർവികരുടേതായ പല കാര്യങ്ങള് നമ്മുടെ ജീവിതത്തില് നമ്മൾ അനുഭവിക്കുന്നുണ്ട്, അല്ലെ? ഇതൊക്കെ ദൈവത്തിൽ നിന്ന് അവർ നേടിയെടുത്തതാ. തമ്പുരാന് കൊടുത്ത് തങ്ങളുടെ ആരോഗ്യവും സമ്പത്തും സമയവും ഒക്കെ ദൈവത്തിന് കൊടുത്തതിന് പ്രതിഫലമായിട്ട് ദൈവം അവർക്ക് നൽകിയതാണ്. ദൈവത്തിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളായത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ബോധ്യം വീണ്ടെടുക്കാനായിട്ട് സാധിക്കണം. തമ്പുരാന് വേണ്ടി കൊടുക്കാം. അതെന്റെ സമ്പത്തായിക്കൊള്ളട്ടെ, ആരോഗ്യമായിക്കൊള്ളട്ടെ, സമയമായിക്കൊള്ളട്ടെ, മനസ്സ് നിറഞ്ഞ് ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ നന്മകൾ പ്രദാനം ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്, വേലക്കാരൻ കൂലിക്കർഹന. നിനക്ക് വേണ്ടത് നിന്റെ ദൈവം കൃത്യമായിട്ട് നിന്റെ ജീവിതത്തിൽ പ്രദാനം ചെയ്യും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് വേണ്ടി എല്ലാം മാറ്റിവെക്കുവാനായിട്ട്, ദൈവത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട്, അങ്ങനെ ദൈവവുമായിട്ട് നല്ല ഒരു ബന്ധത്തിലായി സന്തോഷത്തില് സമാധാനത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും, ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.